ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വളരെ നിർണായകമായ ഇടങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് കൂടുതൽ പേർ നിയമത്തിന് മുന്നിലേക്ക് വരാനുള്ള വഴിയൊരുങ്ങുന്നുവെന്ന്. ദേവസ്വം ബോർഡുകൾ SITയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകും. 2019-2025 കാലത്തെ ബോർഡിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തെളിവ് ശക്തമായാൽ 2 പ്രസിഡന്റുമാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണ് എന്നും കണ്ടെത്തലുണ്ട്. ഇതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നിലവിലെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് ദേവസ്വം ബോർഡുകളിലേക്ക് എത്തുന്നു എന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും PS പ്രശാന്ത്, ഇതെന്താണ്, ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നിർണായകമായ വഴിത്തിരിവിലേക്ക് പോകുന്നത്? ഇതിൽ ഇന്നിപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അനന്തരം വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ബോർഡിൻ്റെ ഭരണകാലാവധി തീരാൻ പോവുകയാണ്. നവംബർ മാസം 14-ാം തീയതിയോടെ ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാലാവധി തീരും. അപ്പോൾ നിലവിൽ ഉള്ള ബോർഡ് 2025 തുടരുന്ന ബോർഡ് PS പ്രശാന്തിൻ്റെ ഭരണസമിതിയാണെങ്കിലും 19 ഭരണസമിതിയാണെങ്കിലും ഇത് രണ്ടുപേരും ബോർഡ് നേതൃത്വം സംശയത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണ്. അവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങണം എന്ന കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി സർക്കാരിന് കൂടി ബാധിക്കുന്നതാണ്. കാരണം സർക്കാരാണ് ദേവസ്വം ബോർഡിനെ നിയമിക്കേണ്ടത്. അതെ, സർക്കാരിന് ദേവസ്വം ബോർഡിനെ ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു, ഇവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുമോ അതോ ഇവരെ കൈയൊഴിയുമോ എന്നതാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് ഒരു കാലാവധി നീട്ടി നൽകുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ്. കാരണം വരും ദിവസങ്ങളിലെല്ലാം കോടതിയിൽ ഈ കേസ് വരാൻ പോവുകയാണ്. ഈ മാസങ്ങളിൽ പ്രധാനമായും ഈ അന്വേഷണ റിപ്പോർട്ടെല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് എത്തുന്നത് എന്നെല്ലാം തന്നെ റിപ്പോർട്ട് വരുമ്പോഴേ അറിയാവൂ. ഇങ്ങനൊരു അവസരത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് ഒരു 6 മാസം കൂടി നീട്ടി നൽകുന്നത് ഇപ്പോൾ അതിന് ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു മണ്ഡലകാലത്തിന് 2 ദിവസം മുമ്പ് കാലാവധി അവസാനിക്കുമ്പോൾ പുതിയതായി ഏറ്റെടുക്കുന്ന നേതൃത്വത്തിന് കാര്യക്ഷമമായി കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ജൂണിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കും. സൗകര്യം വലിയ അസൗകര്യമായ മാർഗ്ഗമാണ് ഈ അന്വേഷണത്തിന് പോക്കല്ലേ? ഇതിപ്പം SITയുടെ അന്വേഷണം തുടരുകയാണ്. അതിനകത്ത് ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം മോഷ്ടിച്ചത് ആരൊക്കെയാണ് എന്നതിനപ്പുറം ആരാണ് മോഷണത്തിന്റെ പ്രധാന കള്ളൻ എന്നുള്ളത് ഏകദേശം മനസ്സിലായി. ഇനി അതിനും മുകളിൽ പ്രധാന കള്ളനുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. മോഷ്ടിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്വർണവും പിടിച്ചെടുത്ത് കോടതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി തലയിൽ മുണ്ടിട്ട് രാത്രിയിൽ ആരും കാണാതെ അമ്പലത്തിൽ കയറി സ്വർണ്ണം എടുത്തുകൊണ്ട് പോയതല്ല. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം ഉരുക്കിയെടുത്തു എന്ന് പറയുന്നത് സാന്നിധ്യത്തിൽ നടന്ന ഒരു കൊള്ളയാണ്. ഉത്തരവൊക്കെ ഉള്ളതല്ലേ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ഉരുക്കിയെടുത്ത് എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിനെക്കാട്ടിയും എളുപ്പം തെളിയിക്കാൻ പറ്റുന്നത് ഇത് എടുത്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുകളൊക്കെ ശക്തമായ തെളിവായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് വരും. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 2019-ലെയും 2025-ലെയും ദേവസ്വം ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി ബെഞ്ച് തന്നെ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 കൊള്ളയാണ് നടന്നതെങ്കിൽ 2025 ആ കൊള്ള മറയ്ക്കാനുള്ള നീക്കം നടന്നത്. അതിൽ നിന്ന് ദേവസ്വം ബോർഡുകൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചെയ്തത് ഒന്ന് 2019 സ്വർണം ചെമ്പാക്കി ഉത്തരവ് എഴുതി കൊടുത്തിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള അനുമതി കൊടുത്തു. 2025 ഇത് വീണ്ടും കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ എഴുത്തുകൾ നടത്തി. പക്ഷേ ഇതിന്റെ എല്ലാം അവസാനം ഇത് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അത് പ്രസിഡന്റിനും ബോർഡ് അംഗങ്ങൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതാണ് SITയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് ബോർഡ് അങ്ങ് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു നീക്കം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുമ്പോൾ അത് സംശയാസ്പദമായ രീതിയിൽ കണ്ടുകൊണ്ട് തടയിടേണ്ടത് ബോർഡായിരുന്നു. അങ്ങനെ ഒരു നടപടി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രമല്ല 2025 ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ തടസ്സവാദം ഉന്നയിച്ചു, ഇത് കൊണ്ടുപോകാൻ പാടില്ല, ഇതങ്ങനെ നമ്മുടെ മാനുവലിലില്ല, അതല്ലെങ്കിൽ അവിടെ ഇത് ചെയ്യാനുള്ള സംവിധാനമില്ല. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇത് കൊണ്ടുപോകാനുള്ള അനുമതിയാണ്
ബോർഡ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരാളെ കൂടെ വിട്ടു എന്ന് പറയുന്നത് കൊണ്ട് അതവിടെ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനകത്ത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം കണ്ടെത്തണമെങ്കിൽ മിനിറ്റ്സ് രേഖകൾ അടക്കമുള്ളത് അവിടുന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് ശേഖരിക്കുകയാണ്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല ഈ മുരാരി ബാബുവിൻ്റെ മൊഴിയൊക്കെ ഇതിനകത്ത് നിർണായകമായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരിച്ച് കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതിയിൽ നൽകുന്ന റിപ്പോർട്ട്, അതിനൊപ്പം തന്നെ രണ്ടാമതൊരു കേസ് കൂടിയുണ്ട്. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട്, അതൊക്കെ പ്രധാനപ്പെട്ട വസ്തുതയാകും അതിനകത്ത് നിർണായകമായ വിവരങ്ങളും ഉണ്ടാകും. ഒരു പക്ഷേ ഈ അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടും നിർണായകമാണ്. കാരണം അതിനകത്താണ് ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ബോർഡുകളെ ഒഴിവാക്കിക്കൊണ്ട് ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് SIT എത്തിയിട്ടുണ്ട്. ഈ നേരത്തെ ഇതിപ്പോ പത്മകുമാറിന്റെ ഭരണകാലത്ത്, അതായത് 19-ൽ നിന്ന് വ്യത്യസ്തമായും കുറെ കൂടി ഗൗരവതരമായ ഒരു പ്രശ്നമുള്ളത്, ഈ ബോർഡിന്റെ ഭരണകാലത്തിന്റെ ഈ 2023 ഹൈക്കോടതിയിൽ ഒരു ഉത്തരവുണ്ട്. ശബരിമലയിൽ ഏത് പ്രവർത്തികൾ നടന്നാലും അത് സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിരിക്കുമെന്നുള്ളത്. അപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ഗൗരവതരമായ ഈ വിഷയം കൂടിയുണ്ട്. അങ്ങനൊരു കൃത്യമായ ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും ഈ ബോർഡിന് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഒരു കാര്യം എന്നുള്ള ഇപ്പോൾ ഇതിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രണ്ടുപേർ പത്മകുമാറൊപ്പം തന്നെ PS പ്രശാന്താണ്. പത്മകുമാർ ആദ്യം മുതലേ പറയുന്നത് ചെമ്പ് പാളിയാണ്, സ്വർണം പൂശിയതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ചെമ്പാളി എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. രണ്ടാമതിപ്പോൾ പ്രശാന്തിൻ്റെ പ്രതികരണം പ്രശാന്ത് തന്നെ പലപ്പോഴും എടുത്തതാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കിട്ടില്ല, അതിന് കാരണം എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്നാണ്. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് അറിഞ്ഞില്ലോ എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കുകയാണ് കോടതി, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വന്നപ്പോൾ ആദ്യം പ്രതിരോധിച്ച് നിന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ SITയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നപ്പോൾ പിന്നീട് പറഞ്ഞ പോലെ പ്രതിരോധം തീർക്കാണ്. പിന്നീട് ഹൈക്കോടതി ഈ പറയുന്ന അന്നത്തെ ആ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇപ്പോഴത്തെ ബോർഡിനെതിരായ പരാമർശങ്ങൾ നീക്കിക്കിട്ടാനുള്ള ചില നീക്കങ്ങളൊക്കെയാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കാരണം സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കണമെന്നൊരു വിഷയം നിൽക്കുന്നു. അത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്ന് ചില എതിരായ പരാമർശങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് കടുത്ത നിരീക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകിയ ശേഷമാണെങ്കിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് തീരുമാനമാകേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2-ാം തീയതി കഴിഞ്ഞ ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. അപ്പോഴും ഹൈക്കോടതിയിൽ ചിലപ്പോൾ 5-ാം തീയതി ആയിരിക്കാം കേസ് വരുന്നത്, അല്ലെങ്കിൽ ഈ മാസം അവസാനമായിരിക്കാം, നവംബർ അവസാനമായിരിക്കും കേസ് വരുന്നത്. കാലാവധി നീട്ടി നൽകിയ ശേഷമാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതുവരെയും ഒരു കൃത്യത നമുക്ക് വ്യക്തമായിട്ടില്ല. കാരണം ഇത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പൂർണ്ണമായും അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയത്, ഇവരുടെ മൊഴി എന്താണെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളുടെ ഇവരുടെ നടപടികളിൽ നിന്നും അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും അനുസരിച്ചിട്ട് സ്വർണം ദ്വാരപാലക പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ അത് യഥാർത്ഥ പാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ദുരൂഹമായി നിൽക്കുകയാണ്. അത് ഹൈദരാബാദിൽ നേരത്തെ നാഗേഷ് എന്ന് പറയുന്ന ഒരാളെയാണ് ഉദ്ദേശിച്ചിരുന്നത്, അയാൾ നരേഷ് ആണെന്ന് കണ്ടു. അപ്പോൾ അയാൾ എന്തിനാണ് ഇത്രയും ദിവസം വെച്ചിരുന്നത്? ഇനിയിപ്പോൾ ഈ സ്വർണം തട്ടിക്കൊണ്ടുപോയ സ്വർണം ഗോവർദ്ധന് വിറ്റു എന്ന് പറഞ്ഞിട്ട് അയാളുടെ പക്കൽ നിന്ന് കുറച്ച് സ്വർണ്ണ കട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വിചാരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഗോവർദ്ധൻ വരികയാണ്, ഇതിന്റെ ബില്ലുണ്ട്, ഇത് എന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞു വന്നാൽ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ പിടിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിനും ബില്ലും കൊണ്ട് വിചാരണ ഘട്ടത്തിൽ വന്നാൽ അന്വേഷണം പൊളിയും. അപ്പോൾ അങ്ങനെയല്ല, ഇതിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു വഴിക്ക്, പക്ഷേ യഥാർത്ഥ പാളിക്ക് എന്ത് സംഭവിച്ചു? അതുപോലെ കൽപേഷ് എന്നൊരു വിദ്വാൻ ഇപ്പോൾ നേരത്തെ തൊട്ട് നമ്മൾ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ നമ്മൾ തന്നെ മീഡിയ തന്നെ കണ്ടെത്തി കൽപേഷ് 2-ാം പ്രതിയാണ് ഒരു കേസിൽ. ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടോ അയാൾ പറയുന്നത് അയാളിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. ഒരു കാര്യമുണ്ട്, അതായത് കൽപേഷ് പറയുന്നതിൽ നമ്മൾ പോയി ബൈറ്റ് എടുക്കുമ്പം കൽപേഷ് അറിയാതെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് ഞാനാണ് ഗോവർദ്ധന് സ്വർണം കൊണ്ട് കൊടുത്തത്, പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയത്തില്ല. ഞാനൊരു ഉരുപ്പടി ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് ചെന്നൈയിൽ കൊടുത്തു, സ്മാർക്ക് സ്റ്റേഷൻ കൊടുത്തു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു പാഴ്സൽ തിരിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പോൾ ഗോവർദ്ധന്റെ പക്കൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന പാഴ്സൽ എന്താണ് എന്നൊക്കെയുള്ള സംശയം. അത് മാത്രമല്ല, കൽപേഷിന് അതിന് പ്രതിഫലമായി 35,000 രൂപ കിട്ടിയെന്ന് പറയുന്നു. ഒരു അങ്ങനെ ഒരു ഇടപാട്, ഒരു സാമ്പത്തിക ലാഭേച്ഛയുള്ള ഒരു ഇടപാട് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2019 സ്വർണത്തിന്റെ വില അനുസരിച്ച് ഏതാണ്ട് 15 ലക്ഷത്തിന്റെ ഏർപ്പാടിന് മാത്രമാണ് ഇവർ ഇറങ്ങിയെന്നാണ് ഇതുവരെയുള്ള പിടിച്ചെടുത്ത സ്വർണ്ണമൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ തൊണ്ടികളാണോ എന്നൊക്കെ ഇനിയും ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത് യഥാർത്ഥ പാളി അവർ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിറ്റിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ശരി, എന്തായാലും ദേവസ്വം ബോർഡ് അല്പം പ്രതിസന്ധിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ, അത് 2 കാലങ്ങളിൽ ഇരുന്നവരും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ റഡാറിലുണ്ട്. ഒപ്പം തന്നെ
ഇപ്പോൾ പ്രശാന്തും അനന്തൻ സൂചിപ്പിച്ച പോലെ പുതിയ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ നിർണായകമായി വരും. അതുകൊണ്ട് ഒരു വലിയ ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ഇനി